അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഹബീബിന്റെ മറുപടികൾ കാരണം പിന്നീട് അവനിക്ക് ആ വലത് കൈ ഉയർത്താൻ തന്നെ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ആ ഹദീസിനെ കുറിച്ചാണ്, ആ സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക, മനസ്സിലാക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അബീ സലമത്ത് ബിനു അംറു ബിനുൽ അഖ്വ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ പറഞ്ഞു, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, അഖല ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷിമാലി, മുത്തുനബിയുടെ അടുത്ത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. ഫഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടപ്പോ ആ മനുഷ്യനോട് പറഞ്ഞു, കുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷിക്കുമോനെ. മുത്തുനബി ഒന്ന് ഉപദേശിച്ചു ആ മനുഷ്യനെ. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹത്തെ നീ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി ആ മനുഷ്യനെ ഒന്ന് ഉപദേശിക്കുകയുണ്ടായി. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്കതിന് കഴിയൂല, എനിക്കതിന് സൗകര്യമില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ അവൻ പറഞ്ഞു. അതല്ലാതെ അവന്റെ വലത് കൈ പൊന്തൂല, അവന് വലത് കൈയിന് സ്വാധീനമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, എനിക്ക് അതിന് സാധിക്കൂല. ഒരു അഹങ്കാരത്തോടെ, ഒരു കിബറോട് കൂടി അവൻ പറഞ്ഞു. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലസ്തതഅത, എന്നാൽ നിനക്കിനി അതിന് സാധിക്കുകയില്ല, ഇനി ഒരിക്കലും നിനക്കതിന് സാധിക്കൂല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. മാ മനഅഹു ഇല്ലൽ കിബർ, അവനക്ക് മുത്തുനബിയോട് എനിക്ക് കഴിയൂല എന്ന് മറുപടി പറയാനുള്ള കാരണം എന്താണ്? അവന്റെ കിബറാണ് അവനെ അതിന് തടഞ്ഞു നിർത്തിയത്. അവനക്ക് കഴിയൂല എന്ന് പറയാന്, എനിക്കതിന് സൗകര്യമില്ല എന്ന് മുത്തുനബിയോട് മറുപടി പറഞ്ഞത് അവന്റെ കിബറ് കൊണ്ടാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നത് കാണാം, ഫമാ റഫഅഹ ഇല്ലാ ഫീഹി, ആ മനുഷ്യൻ പിന്നീട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവന്റെ വലത് കൈ അവന്റെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് അവിടെ ഫലിച്ചു പോവുകയാണ്. ഹബീബിന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു പോവുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഹങ്കാരത്തോട് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ അതിനവൻ അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അവനിക്ക് ഈ ഒരു ഗതി എത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുതിർന്ന ആളുകൾ, അതല്ലെങ്കിൽ നമ്മേക്കാൾ വിവരമുള്ള ആളുകൾ നമ്മോട് ഒരു കാര്യം പറയുമ്പോൾ അതിന് എതിരെ പറയാതെ, തട്ടുത്തരം പറയാതെ, അത് കേട്ട് നമുക്ക് അനുസരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാമെന്നുള്ള മറുപടി, അതല്ലെങ്കിൽ അവർ പറയുന്നത് ശ്രദ്ധം കേട്ട് നമുക്ക് അനുസരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അനുസരിക്കാൻ വേണ്ടിയൊക്കെ നാം ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.